വെൽക്കം ബാക്ക് ടു AR സവലാറ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെങ്ങോട്ടുകാവ് മുതൽ നന്ദി വരെയുള്ള ദേശീയപാതയുടെ പുതിയ കാഴ്ചകളാണ് അപ്ഡേഷൻ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം കുറേ ആളുകൾ എന്തായി നന്ദി, എന്തായി ചെങ്ങോട്ടുകാവ്, അവിടെയുള്ള വർക്കൊന്ന് പ്ലീസ് അപ്ഡേറ്റ് ചെയ്യോ ബ്രോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കമൻറ്റുകൾ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ നല്ല രീതിയിലെ സപ്പോർട്ട് നിങ്ങളെ ഭാഗത്തുനിന്നുണ്ടാണ്. നിങ്ങൾക്കായിട്ട് നമ്മൾ വീണ്ടും ചെങ്ങോട്ടുകാവിലേക്ക് വന്നതാണ്. അപ്പോൾ നല്ല പൊരിവെയിലത്തൊക്കെയാണ് വീഡിയോ എടുക്കുന്നത്. നല്ല സപ്പോർട്ട്, എന്തൊക്കെ യൂട്യൂബിൽ ഓപ്ഷനുണ്ട് അതൊക്കെ തകർത്ത് ഒരു പിഷ്കത്തരവും കാണിക്കാതെ സപ്പോർട്ട് ചെയ്യാമെന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ അധികം വലിച്ചിട്ടില്ല. ഫോൺ ഷൂട്ട്, വെഡ്ഡിങ് ഷൂട്ട്, അതേപോലെ തന്നെ മറ്റ് ഇനാഗുറേഷൻ ഷൂട്ട്, അത്തരം കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്ന ആളുകളാണ്. അതുകൂടി നിങ്ങൾ റെക്കമെൻഡ് ചെയ്യാനോ മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ നമ്മളെ നമ്പർ വേണമെങ്കിൽ നമ്മളെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പേജിനകത്തുണ്ട്, ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നമ്മൾ കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ചിട്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളെ ചെങ്ങോട്ടുകാവിലുള്ള കാഴ്ചയാണ്. ഇവിടെ വാഹനങ്ങളൊക്കെ സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ കരിമ്പ് ജ്യൂസൊക്കെ ഇവിടെ അവൈലബിളാണ്. ഒരു കുടിയാ വെള്ളം കിട്ടൂല എന്ന് കരുതേണ്ടില്ല. അപ്പോൾ ഇവിടെയും നിങ്ങൾക്ക് വെള്ളവും സംവിധാനമൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചെങ്ങോട്ടുകാവ് ഭാഗത്തേക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ കൊയിലാണ്ടിയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചയാണ്. ഇപ്പോൾ സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇപ്പോൾ നമ്മൾ നേരെ കോഴിക്കോട് നിന്ന് കൊയിലാണ്ടി ഭാഗത്തേക്കാണ് നോക്കുന്നത്. അപ്പോൾ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ടാറിങ് ചെയ്യാനുള്ള പ്രവർത്തനം, മണ്ണൊക്കെ അടിച്ച് ലെവൽ ചെയ്ത് ഇനി അടുത്ത ടാറിങ്ങുള്ള പ്രവർത്തനമാണ്. ഏതാണ്ട് വർക്കൊക്കെ ഈ ഒരു ചെങ്ങോട്ടുകാവിലെ ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഈ ഭാഗത്തുള്ള സൈഡിലുള്ള നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു സൈഡിലുള്ള വർക്ക് മാത്രമാണ് ബാക്കിയുള്ളത്. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ ടാറിങ് ചെയ്യാനുള്ള വർക്ക്. അതോടുകൂടി നമ്മൾ ഈ ഒരു ദേശീയപാത കൊയിലാണ്ടി ദേശീയപാത തുറന്നു കൊടുക്കാൻ കഴിയും. ലെഫ്റ്റ് സൈഡിൽ പഴയ കൊയിലാണ്ടി റോഡാണ് നമുക്ക് കാണാൻ സാധിക്കും. അതിനിടയിൽ ആ ടിപ്പർ വരുന്ന ആ ഭാഗം കണ്ടോ. ഇപ്പോൾ സർവീസ് റോഡ് കൊയിലാണ്ടി ഭാഗത്ത് നന്ദി ഭാഗത്തേക്ക് പോകുന്ന ആ സർവീസ് റോഡ് ഇപ്പോൾ താൽക്കാലികമായി ക്ലോസ് ചെയ്തിട്ടാണുള്ളത്. ഈ സൈഡിലൂടെ ലെഫ്റ്റ് സൈഡിലൂടെ നമ്മുടെ വീഡിയോയുടെ ലെഫ്റ്റ് സൈഡിലൂടെ സർവീസ് റോഡിലൂടെ നമുക്ക് നന്ദി ഭാഗത്തേക്ക് പാസ് ചെയ്യാൻ കഴിയില്ല. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ആ ഒരു കൊയിലാണ്ടി പഴയ ദേശീയപാതയിൽ അങ്ങേയറ്റം ട്രാഫിക് ബ്ലോക്കും കുണ്ടും കുഴിയൊക്കെ നടന്നുകൊണ്ട് സത്യം പറഞ്ഞാൽ വളരെ പ്രയാസകരമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിലുള്ള ഈ ഒരു ബൈപ്പാസിലൂടെ ആളുകൾ വാഹനങ്ങൾ കൊണ്ടൊക്കെ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ഒറ്റപ്പെട്ട വാഹനങ്ങൾ, കാറ്, ബൈക്ക്, അത്തരത്തിലുള്ള ചെറിയ ചെറിയ വാഹനങ്ങളൊക്കെയാണ് നേരത്തെ സഞ്ചരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ടൂറിസ്റ്റ് ബസ്സുകൾ വരെ, ട്രക്ക്, എല്ലാ ടോറസ്, വലിയ നാഷണൽ പെർമിറ്റ് വാഹനങ്ങൾ വരെ ഇതിൽ സഞ്ചരിച്ച് തുടങ്ങിയിട്ടുണ്ട്. മറ്റൊന്നല്ല, ഈ ട്രാഫിക് ബ്ലോക്കിൽ കിടന്നുകൊണ്ട് നരകിക്കാൻ മടുത്തിട്ടാണ്, മനസ്സില്ലാ മനസ്സോടുകൂടിയാണ് അതിൽ യാത്ര ചെയ്യുന്ന പല ആളുകളും. അപ്പോൾ നമ്മളിപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ കൊയിലാണ്ടി പഴയ ഹൈവേ ഒന്നും ചൂസ് ചെയ്യാറില്ല. കോഴിക്കോടേക്കാണെങ്കിലും അല്ലെങ്കിൽ ചെങ്ങോട്ടുകാവുള്ള വീഡിയോ എടുക്കാൻ അല്ലെങ്കിൽ വേറെ എവിടെ പോവുകയാണെങ്കിലും ഇപ്പോൾ നിലവിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വഴിയാണ് ഇപ്പോൾ പുതിയ ബൈപ്പാസ്. കാരണം ഇതാവുമ്പോൾ ട്രാഫിക് ബ്ലോക്കില്ല. കുറച്ച് നമ്മളെ കുന്നിയോറ മലയുടെ ആ ഭാഗത്തുള്ള പ്രദേശങ്ങളിലെ കുറച്ച് പൊടിയൊക്കെ തിന്നാലും, റേഷൻ പൊടിയൊക്കെ തിന്നിരുന്നാലും നമുക്കെന്താക്കാം, വലിയ ട്രാഫിക് ബ്ലോക്കില്ലാതെ വലിയ പ്രയാസമൊന്നുമില്ലാതെ യാത്ര ചെയ്യാൻ കഴിയും. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഈ ഒരു കൊയിലാണ്ടി ഭാഗത്തുള്ള ദേശീയപാതയുടെ വഴി വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു ആശ്വാസം തന്നെയായിരിക്കും. അതിന് വേണ്ടിയിട്ടാണിപ്പോൾ ആളുകൾ കാത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളെ ചെങ്ങോട്ടുകാവ് മുതൽ കോമത്തുകര എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശം വരെ ഏകദേശം 2 കിലോമീറ്ററിൻ്റെ മുകളിൽ 2-3 കിലോമീറ്ററൊക്കെ ഉണ്ടാവും പ്രദേശം വരെ കംപ്ലീറ്റ് ഒരു വർക്കും ബാക്കിയില്ലാതെ കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞു. ടാറിങ് 6 വരിയുടെയും ടാറിങ് കഴിഞ്ഞു. അതേപോലെ സർവീസ് റോഡിൻ്റെ വർക്ക് പലയിടത്തും കഴിഞ്ഞു. ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് കഴിഞ്ഞു. ക്രാഷ് ബാരിയറിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞു. സർവീസ് റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് കഴിഞ്ഞു. അതേപോലെ തന്നെ ഫുട്പാത്തിൻ്റെ ഭാഗത്തുള്ള ആ ഒരു ഡ്രൈനേജിൻ്റെ സ്ലാബിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ കാര്യമായിട്ട് ഇനി ഈ ഭാഗത്ത് നടക്കാനുള്ളത് നമ്മൾ ഈ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാനുള്ള വർക്കാണ് കാര്യമായിട്ട് ഈ ഒരു പ്രദേശത്ത് നടക്കാനുള്ളത്. ടാറിങ് മുഴുവൻ പൂർത്തിയായതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തു കൂടി വാഹനങ്ങൾ പാസ് ചെയ്യുന്നുണ്ട്. അപ്പം നന്ദി ഭാഗത്തു കൂടി വാഹനങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഈ കൊയിലാണ്ടി ബൈപ്പാസിലൂടെ, ഈ പുതിയ ബൈപ്പാസിലൂടെ കുന്നിയോറ മല ഈ ഒരു ചെങ്ങോട്ടുകാവിലേക്ക് വന്ന് മുട്ടുന്നത് എങ്ങനെയാണെന്നൊക്കെ പല ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. ആ വീഡിയോ നമ്മൾ അതിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ ഇതിലെയാണ് എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളിൻ. അപ്പോൾ നമ്മൾ കോമത്തുകര ഭാഗത്തുള്ള ഒരു ഓവർ പാസേജ് ഉണ്ട്. ആ ഓവർ പാസേജിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നേരത്തെ സർവീസ് റോഡിൻ്റെ കുറച്ച് വർക്കൊക്കെ നടക്കാൻ ബാക്കിയുണ്ടായിരുന്നു. ആ സർവീസ് റോഡിൻ്റെ വർക്കാണ് ഇപ്പോൾ മണ്ണൊക്കെ അടിച്ച് സർവീസ് റോഡിൻ്റെ വർക്കാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അതേപോലെ
ഓവർ പാസേജ് ഉണ്ട്. ഓവർ പാസേജിൻ്റെ വർക്ക് പൂർണ്ണമായും കഴിഞ്ഞതാണ്. ഇലക്ട്രിക് ലൈനുകളൊക്കെ കുറച്ച് താഴ്ന്നിട്ടാണ് ഈ ഒരു ഭാഗത്തുള്ളത്. അതൊക്കെ ഒരുപക്ഷെ ഉയർത്തേണ്ട സമയം ആയിരിക്കുന്നു. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ കൊയിലാണ്ടി ഭാഗത്തേക്ക് പോകുമ്പോൾ നന്ദി ഭാഗത്തേക്ക് പോകുമ്പോൾ സർവീസ് റോഡിൻ്റെ വർക്ക് ഈ ഭാഗം വരെ കംപ്ലീറ്റ് ചെയ്തു. ഇതൊക്കെ റീസെൻ്റ്ലി കംപ്ലീറ്റ് ആയതാണ്. നേരത്തെ ഇവിടെ ഒരു വീടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സർവീസ് റോഡിൻ്റെ ഭാഗത്ത് വലിയൊരു വീടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ദേശീയപാതയുടെ ഭാഗമായിട്ട് നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് അവർക്കൊക്കെ നഷ്ടപരിഹാരം കൊടുത്ത് ആ സർവീസ് റോഡിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ വീടായിരുന്നു, ഒരു കൂറ്റൻ വീടായിരുന്നു. നമ്മൾ പഴയ വീഡിയോയിലൊക്കെ കാണുന്ന ആളുകൾക്ക് ഒരു പക്ഷേ കാണാൻ സാധിക്കും. അപ്പം നേരെ നമ്മൾ കുന്നിയോറ മല ആ ഒരു ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ 6 വരിയുടെയും ടാറിങ് പൂർണ്ണമായും കഴിഞ്ഞതാണ്. ഈ ഗ്രേ കളർ കാണുന്ന, ബ്രൗൺ കളർ കാണുന്ന ഭാഗമൊക്കെ ഇപ്പോൾ ഈ RE പാനൽ ക്രാഷ് ബാരിയറിൻ്റെ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്യാൻ ബാക്കിയുള്ള പ്രദേശങ്ങളാണ്. ഈ സർവീസ് റോഡിൻ്റെ ഭാഗത്തൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റിങ് കഴിഞ്ഞ്, ഈ ഭാഗങ്ങളൊക്കെ കോൺക്രീറ്റിങ് കഴിഞ്ഞ് പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞു. അത്തരത്തിൽ നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട്. നേരത്തെ വർക്ക് പൂർത്തിയായതാണ്. പിന്നെ ഈ കാണുന്ന കളർഫുള്ളായിട്ടുള്ള ബ്ലാക്ക് ഉണ്ടല്ലോ, അതൊക്കെ റീസെൻ്റ്ലി താറിയതാണ്. റൈറ്റ് സൈഡിൽ ആ ഒരു വലിയ കളർഫുള്ളാത്ത ഒരു ഗ്രേ കളർ മണ്ണ് ടച്ച് ചെയ്തതൊക്കെ നേരത്തെ താറിങ് കഴിഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ഒരു അണ്ടർ പാസേജിൻ്റെ വർക്ക് കഴിഞ്ഞു. അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. നേരെ കുന്നിയോറ മലയുടെ ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ വാഹനങ്ങൾ പാസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൊയിലാണ്ടി ഭാഗത്തൂടെയൊക്കെ ഇപ്പോൾ നിലവിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഈ ഭാഗം നമ്മളിപ്പോൾ ഈ ഒരു ബൈപ്പാസ് ചൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരുപാട് പൊടിയൊക്കെ കിടക്കുന്നുണ്ട്. കാരണം നിരന്തരം വാഹനങ്ങളൊക്കെ സഞ്ചരിക്കുന്നതുകൊണ്ട് നല്ല പൊടിയുണ്ട്. നമ്മൾ രാവിലെ, അതായത് വീഡിയോ എടുത്തത് ഡിസംബർ 30 രാവിലെ 9 മണി ആ ഒരു സമയത്താണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പോൾ വീഡിയോനകത്ത് കുറച്ച് ക്ലാരിറ്റി കുറയും. കാരണം നല്ല ഇപ്പോൾ ഡിസംബറിലെ തണുപ്പാണല്ലോ, നാട്ടിലെ സംബന്ധിച്ചിടത്തോളം ഒരു രക്ഷയില്ലാത്ത രീതിയിൽ തണുപ്പുണ്ട്. അപ്പോൾ രാവിലെ 10 മണി 10:30 ആയി കഴിഞ്ഞാലും നമ്മളെ മഞ്ഞ് മൂടൽ കുറയാത്തൊരു കാഴ്ചയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വീഡിയോനകത്തുള്ള ക്ലാരിറ്റിനകത്ത് കുറവ് വന്നു. നമ്മളിന്ന് 8 മണിക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ നമ്മളെ കുന്നിയോറ മലയ്ക്ക് തൊട്ട് മുന്നേയുള്ള ഒരു പ്രദേശത്തുള്ള അണ്ടർ പാസേജാണ്. ആ സ്ഥലത്തിൻ്റെ പേര് നമ്മൾ മറന്നു, അറിയുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന ഈ ഒരു അണ്ടർ പാസേജ്, ഇതൊക്കെ ഒരുപാട് സമരം ചെയ്ത് കിട്ടിയ ഒരു ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജാണ്. അണ്ടർ പാസേജിൻ്റെ വർക്ക് പൂർണ്ണമായും കഴിഞ്ഞു. അതായത് ഇരു സൈഡിൽ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള മണ്ണൊക്കെയാണ് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. മണ്ണും ഏതാണ്ടൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കുന്നിയോറ മലയുടെ ഭാഗത്ത് നല്ല രീതിയിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇവിടെ കൾവേർട്ട് കാര്യങ്ങളുണ്ടായിരുന്നു, കൾവേർട്ടിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മളെ ഒരു അണ്ടർ പാസേജ് കഴിഞ്ഞു, കൾവേർട്ടിൻ്റെ വർക്ക് കഴിഞ്ഞു. അതേപോലെ തന്നെ കുന്നിയോറ മലയുടെ ഈ ഭാഗത്തൊക്കെ മണ്ണാണെങ്കിൽ ടൺ കണക്കിന് മണ്ണ്, കളറൊക്കെ സെയിം ആയിരിക്കും. പക്ഷേ നമുക്ക് ആകാശ ദൃശ്യം നോക്കുമ്പോൾ കളറൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന വീഡിയോനകത്തുള്ള അതേ സെയിം കളറായിരിക്കും. പക്ഷേ നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഒരുപാട് മണ്ണ് ഇവിടെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ നല്ല ചളിയൊക്കെ ഉള്ളൊരു പ്രദേശമായിരുന്നു. വാഹനങ്ങളൊക്കെ നിങ്ങൾ കണ്ട, ഒരുപാട് വാഹനങ്ങൾ ഈ ഒരു പ്രദേശത്തൂടെ കടന്നു വരുന്നുണ്ട്. ഇഷ്ടം പോലെ വാഹനങ്ങൾ, എന്ന് പറഞ്ഞാലോട്ട് ഇഷ്ടം പോലെ വാഹനങ്ങൾ, ടോറസ് വാഹനങ്ങൾ, ബൈക്ക്, അതേപോലെ തന്നെ മറ്റ് വാഹനങ്ങൾ, നാഷണൽ പെർമിറ്റ് വാഹനങ്ങൾ തുടങ്ങിയ വാഹനങ്ങളുടെ ഒരു സംസ്ഥാന സമ്മേളനം തന്നെ ഈ വഴി കടന്നു പോകുന്നുണ്ട്. ആരോ ഇതിലെ ഒരു വഴിയുണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്താണെന്ന് തോന്നുന്നു. നേരത്തെ നമ്മൾ ഈ ഭാഗത്ത് വീഡിയോ എടുക്കാൻ വേണ്ടി വരുമ്പോൾ 1-2 ആളുകൾ വഴി ചോദിച്ചിരുന്നു. അപ്പോൾ വഴിയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിന്. അതിന് ശേഷം ഇതിൽ ഇഷ്ടം പോലെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല പൊടിയുണ്ട്. ഈ ഒരു പൊടിയുള്ള പ്രദേശത്ത് കൂടി വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ സമീപ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് വലിയ പ്രയാസമുണ്ട്. കാരണം എന്താണ്, ഇതേപോലത്തെ വാഹനങ്ങളൊക്കെ പോകുമ്പോൾ നല്ല രീതിയിൽ പൊടിയുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് വാഗാടിനോട് ഈ ഒരു പ്രദേശത്തുള്ള വർക്ക് തീർത്ത് കൊടുക്കാൻ വേണ്ടി വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മളെ കുന്നിയോറ മലയുടെ ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ്. കുന്നിയോറ മലയുടെ ആ ഒരു ഭാഗത്ത് ഇപ്പോൾ മല കഴിഞ്ഞിട്ടുള്ള പ്രദേശത്താണ് വർക്ക് എടുക്കുന്നത്. ഈ മണ്ണിടിച്ച സോയിൽ നെയിലിംഗ് ചെയ്യുന്ന ഭാഗത്ത് എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ വാഗാട് ഇതുവരെ ഒരു തീരുമാനത്തിലെത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. കണ്ടോ, നാഷണൽ പെർമിറ്റ് വാഹനം, മറ്റ് വാഹനങ്ങൾ, ലോഡ് വണ്ടി വാഹനങ്ങൾ, ടിപ്പർ, കല്ലുകൊണ്ട് മിഷ്യൻ കല്ല് കൊണ്ടുപോകുന്ന വാഹനങ്ങൾ തുടങ്ങിയ എല്ലാ വാഹനങ്ങളുണ്ട്. ഇവിടുന്ന് ലോഡ് വരെ കയറ്റുന്നുണ്ട്. ആ കാഴ്ച കൂടി നമ്മൾ ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ വാഹനം നിർത്തിയിട്ട് ഇഷ്ടികയോ കല്ലോ എന്തൊക്കെയോ കയറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ കുന്നിയോറ മലയുടെ ഭാഗത്തു നിന്നുള്ള, ഇവിടെയൊക്കെ മണ്ണ് ഇപ്പം റീസെൻ്റ്ലി അടിച്ച് ഉയർത്തിയതാണ്. ഇതാണ് നമ്മളെ കുന്നിയോറ മലയുടെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും പുതിയ കാഴ്ച. അപ്പോൾ നമ്മളെ വീഡിയോ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാൻ വിട്ടിരുന്നൊന്ന് ലൈക്ക് ചെയ്യണേ. കാരണം നമ്മൾ അതിരാവിലെ കുളിച്ച് കുപ്പായിട്ട് ഇറങ്ങിയതാണ്. അപ്പം നല്ല നല്ല മഞ്ഞിൻ്റെ ആ ഒരു ക്ലൗഡിയൊക്കെ ആയതുകൊണ്ട് നമ്മൾ നേരത്തെ നന്ദിയിൽ നിന്ന് നമ്മൾ കൊയിലാണ്ടി ഭാഗത്തേക്ക് ചെങ്ങോട്ട് ഭാഗത്തേക്കാണ് വീഡിയോ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അതിനുശേഷം നമ്മൾ
അത്തരത്തിൽ കൊയിലാണ്ടി നന്ദിയിൽ നിന്ന് കൊയിലാണ്ടി ഭാഗത്തേക്ക് വീഡിയോ എടുക്കുമ്പോൾ വീഡിയോക്ക് ക്ലാരിറ്റി കുറഞ്ഞതുകൊണ്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ചെങ്ങോട്ടുകാവ് നിന്ന് കൊയിലാണ്ടിയിലേക്ക് തിരിച്ചു പിടിച്ചതാണ്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് വീഡിയോ എടുത്തത്. കാരണം എതിർദിശയിലേക്ക് പോകുമ്പോൾ നല്ല ഒരു ക്ലൗഡി ആയിട്ട് വിഷ്വൽസ് കിട്ടാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. തിരിച്ച് ഓപ്പോസിറ്റ് റിട്ടേൺ വരുമ്പോൾ നമ്മൾ വീഡിയോ എടുത്താണ്. അപ്പോൾ അതാണ് കാഴ്ച. അപ്പോൾ നമ്മൾ ചെങ്ങോട്ടുകാവ് നിന്ന് നേരെ ഇപ്പോൾ യാത്ര ചെയ്ത് കുന്നിയോറ മലയും കഴിഞ്ഞ് നേരെ മൂടാടി ഗോകുല UP സ്കൂളിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് പോയിക്കൊണ്ട്. ഇതൊക്കെ നേരത്തെ ടാറിങ് പൂർത്തിയായിട്ടുള്ള പ്രദേശമാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇനി ട്രാക്ക് മാർക്ക് ചെയ്യാനുള്ള വർക്കും അതേപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാനുള്ള വർക്കാണ് ബാക്കിയുള്ളത്, എടുക്കാനുള്ള വർക്കാണ് ബാക്കിയുള്ളത്. അപ്പോൾ ട്രാക്കൊക്കെ എന്തായാലും ലാസ്റ്റേ മാർക്ക് ചെയ്യാൻ സാധ്യതയുള്ളൂ. കാരണം വെച്ചാൽ ഈ കുന്നിയോറ മലയുടെ ആ മണ്ണും പൊടിയൊക്കെയുള്ള പ്രദേശത്ത് നിന്ന് വാഹനങ്ങളൊക്കെ ഇതേ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യുന്ന സമയത്ത് പിന്നെ ട്രാക്ക് മാർക്ക് ചെയ്ത് ട്രാക്കൊക്കെ എവിടെയും കാണാൻ പറ്റാത്തൊരവസ്ഥയിൽ പൊടിമണ്ണിൽ കുളിച്ചു പോകുന്ന സാഹചര്യമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് ട്രാക്ക് മാർക്ക് ചെയ്തില്ല. റോഡൊക്കെ ഈ ഒരു പ്രദേശങ്ങളിൽ ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡൈവേർട്ട് ഇതിലെ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ആളുകൾ, ഇതിലെ റൂട്ട് വരുന്ന ആളുകൾ റോഡ് ഡൈവേർട്ട് ചെയ്തതിനനുസരിച്ചിട്ട് ദയവേത് സഞ്ചരിക്കാൻ വേണ്ടി ശ്രമിക്കുക, മറ്റൊന്നല്ല. അല്ലെങ്കിൽ നിങ്ങൾ 1 കിലോമീറ്റർ 2 കിലോമീറ്ററൊക്കെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റോഡ് ക്ലോസ് ചെയ്ത് കാണാൻ പറ്റും, വീണ്ടും നിങ്ങൾ തിരിച്ചു പോകേണ്ടി വരും. അപ്പോൾ റോഡ് ഡൈവേർഷനൊക്കെ ഉണ്ട്. അണ്ടർ പാസേജിൻ്റെ പ്രദേശങ്ങളിലൊക്കെ ചിലയിടത്തൊക്കെ ഡൈവേർഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കൃത്യമായി നോക്കിയും കണ്ടും യാത്ര ചെയ്യുകയാണെങ്കിൽ സുഖമായിട്ട് യാത്ര ചെയ്യാം, അല്ലെങ്കിൽ ഇരട്ടിപ്പണിയാവും. അപ്പോൾ അടുത്തൊരു അണ്ടർ പാസേജ് കഴിഞ്ഞ് വീണ്ടും നമ്മൾ മുന്നോട്ടേക്ക് തന്നെ ഗമിക്കുകയാണ്. ഇവിടെയൊക്കെ ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വൺ സൈഡിൽ സർവീസ് റോഡിൻ്റെ വർക്ക് നേരത്തെ ബാക്കിയുണ്ടായിരുന്നു. അതിൻ്റെ വർക്ക് ഇപ്പോൾ കുറച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഈ ഗോകുല UP സ്കൂളിൻ്റെ തൊട്ട് മുന്നിൽ ഈ ഒരു പ്രദേശമുണ്ട്. ഇവിടെ ഗ്രൗണ്ട് കാണുന്ന ഈ ഒരു നേരത്തെ ഇവിടെ പിന്നെ പാറയൊക്കെ പൊട്ടിക്കുന്ന സമയത്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ മണ്ണൊക്കെ ഒരുപാട് മണ്ണെടുത്തിട്ടുണ്ട്. വാഗാടിന് ആവശ്യമായിട്ടുള്ള മണ്ണ് തന്നെ ഈ ഒരു പ്രദേശത്ത് നിന്ന് മണ്ണെടുത്തുകൊണ്ടാണ് ദേശീയപാതയിലെ ചില ഭാഗങ്ങളിലൊക്കെ മണ്ണ് കുറവുള്ള പ്രദേശങ്ങൾക്ക് മണ്ണ് നികത്തിയത്. പ്രൈവറ്റ് വ്യക്തികളുടെ എടുത്തുകൊണ്ടാണ് ആ റോഡ് ചിലയിടങ്ങളിലൊക്കെ റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ ഗോകുല UP സ്കൂൾ മൂടാടി ആ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ ഇവിടെ ഒരു നമ്മൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാൽ ഇതിലെ ക്രോസ് ചെയ്യുന്നുണ്ട്. അതിലാണ് 3 വരിയുടെ ഭാഗമാണ് ടാർ ചെയ്തിരിക്കുന്നത്. 3 വരിയുടെ ടാർ അതിങ്ങനെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. വാഹനങ്ങളൊക്കെ സഞ്ചരിക്കുമ്പോൾ ഈ ഭാഗത്തെത്തുമ്പോൾ പ്രത്യേകിച്ച് റോഡ് ഡൈവേർഷൻ ചെയ്തത് ശ്രദ്ധിച്ചില്ലെങ്കിലൊക്കെ നേരെ അതിനകത്തൊക്കെ മറിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. റോഡ് ഡൈവേർഷൻ ചെയ്തതിലൂടെ ബൈക്കുകാരൊക്കെ അതിൻ്റെ ഇടയിലൂടെ നുഴഞ്ഞു കയറാതിരിക്കുക എന്നാണ് പറയാനുള്ളത്. അപ്പം നമ്മുടെ മൂടാടി ഗോകുല UP സ്കൂളിൻ്റെ ഭാഗത്ത് ഇവിടെ നമുക്ക് ടൺ കണക്കിന് ഫണ്ട് എന്ന് പറഞ്ഞതുപോലെ ടൺ കണക്കിന് ഈ ടാറിങ്ങിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഈ ഭാഗത്ത് ഒരു കുന്നുപോലെ കൂട്ടിയിട്ടിട്ടുണ്ട്. വാഗാട് സോയിൽ നെയിലിംഗ് ചെയ്ത ഒരു പ്രദേശം കൂടിയാണ് ഈ മൂടാടി ഗോകുല UP സ്കൂളിൻ്റെ ഈ ഒരു പ്രദേശം. ഇവിടെ മാത്രമേ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ആ സോയിൽ നെയിലിംഗ് ചെയ്ത പ്രദേശം പൊളിഞ്ഞു വീഴാതെ, മഴയൊക്കെ പെയ്തപ്പോഴും പൊളിഞ്ഞു വീഴാതെ പിടിച്ചു നിന്ന സ്ഥലമുണ്ടെന്ന് ഒരുപക്ഷെ നമുക്ക് വെങ്ങള റീച്ചിൽ പറയാൻ പറ്റുന്നത്. ബാക്കി ഏകദേശ സ്ഥലങ്ങളിലും പൊളിഞ്ഞു വീണ ഒരു സാഹചര്യമുണ്ട്. ഇവിടെ ഹൈറ്റ് കുറവാണ്. പിന്നെ അതേപോലെ തന്നെ ഒരൊറ്റ ലെവലിലല്ല ഈ ഭാഗത്ത് കട്ട് ചെയ്തിട്ടുള്ളത്. ഹൈറ്റ് കുറഞ്ഞൊരു പ്രദേശമാണ്, നല്ല ഉറപ്പുള്ള പാറയുള്ള പ്രദേശമാണ്. അതിൻ്റെ മുകളിൽ സോയിൽ നെയിൽ ചെയ്തത് കൊണ്ട് പ്രത്യേകിച്ചിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. അതേ സ്ഥാനത്ത് വടകര ഏകദേശ ഭാഗങ്ങളിലും നമ്മളെ കൈനാട്ടി കഴിഞ്ഞിട്ടുള്ള പ്രദേശം, കുഞ്ഞിപ്പള്ളി, അതേപോലെ തന്നെ കുഞ്ഞിപ്പള്ളി കഴിഞ്ഞിട്ടുള്ള പ്രദേശം, പിന്നെ അങ്ങനെ മടപ്പള്ളി പ്രദേശം, മുക്കാളിയുടെ അടുത്ത് തുടങ്ങിയ പ്രദേശത്തൊക്കെ സോയിൽ നെയിലിംഗ് ചെയ്തവിടത്തൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് പോയിട്ടുണ്ട്. നമ്മളെ കുന്നിയോറ മലയുടെ ഭാഗത്തൊക്കെ കംപ്ലീറ്റ് ഇടിഞ്ഞു പൊളിഞ്ഞ് മാളം, എന്താ പറയുക, നമ്മളെ തുരപ്പനലി മാളം കുഴിച്ചതുപോലെയൊക്കെ ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ സോയിൽ നെയിലിംഗ് പലയിടത്തും വാഗാടിൻ്റെ പരാജയമാണ്. എന്നാൽ KMCയുടെ സോയിൽ നെയിലിംഗൊക്കെ നമ്മളെ വടകരല്ല, നമ്മളെ കോഴിക്കോട് മലാപ്പറമ്പ് ഭാഗത്ത് നടക്കുന്നുണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോനകത്ത് ഉൾപ്പെടുത്തും. അപ്പോൾ നമ്മളെ മൂടാടിയൊക്കെ കഴിഞ്ഞ് നേരെ നന്ദി ഭാഗത്തേക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നേരത്തെ പൂർത്തിയായ പ്രദേശങ്ങളാണ്. ടാറിങ് നമ്മൾ ഈ കൊയിലാണ്ടി റീച്ചിനകത്ത് കൊയിലാണ്ടി ബൈപ്പാസിന് ഏറ്റവും ഫസ്റ്റ് ടാറിങ് പൂർത്തിയായ പ്രദേശമാണ്. ഇവിടെയൊക്കെ നിരത്തി വെച്ചിരിക്കുന്ന സാധനം നമ്മളെ ഫ്രിക്ഷൻ വാളുകളാണ്. അതായത് അപ്രോച്ച് റോഡ് മണ്ണടിച്ച് ഉയർത്തി, പാനലൊക്കെ വെച്ച് അപ്രോച്ച് റോഡ് മണ്ണടിച്ച് ഉയർത്തിയതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മുടെ ക്രാഷ് ബാരിയറിന് പകരം ഉപയോഗിക്കുന്ന ഈ ഒരു സംഭവമാണ്, ഒരു സെറ്റപ്പാണ് ഈ ഫ്രിക്ഷൻ വാൾ എന്ന് പറയുന്നത്. കോൺക്രീറ്റ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവച്ചതാണ്. അപ്പോൾ നമ്മൾ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തൊക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഫ്രിക്ഷൻ വാളുള്ളത്. അപ്പോൾ നമ്മളെ നന്ദി ഭാഗത്ത് വാഗാടിൻ്റെ ഈ പാനലുകൾ, അതേപോലെ തന്നെ ഫ്രിക്ഷൻ വാളുകൾ തുടങ്ങിയവയൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രദേശമുണ്ട്, ഫാക്ടറി പോലത്തെ. അവിടെ നിന്ന് ഉണ്ടാക്കിയതിന് ശേഷം ഇങ്ങോട്ടേക്ക് മാറ്റിയതാണ്. നമ്മൾ അത് കഴിഞ്ഞ് ഗോകുല UP സ്കൂൾ, അതായത് സത്യസായി ബാബ കോളേജിൻ്റെ ഒക്കെ
ആ ഒരു പ്രദേശത്ത് എത്തി. ഇവിടെയും 6 വരി ഇപ്പോൾ റീസെൻ്റ്ലി ആയിട്ട് കഴിഞ്ഞതാണ്. ഇവിടെയൊക്കെ നേരത്തെ പൊടിയൊക്കെ മണ്ണും പൊടിയും മണ്ണൊക്കെ നിറഞ്ഞൊരു പ്രദേശമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ടാറിങ് പൂർത്തിയായി. സർവീസ് റോഡിൻ്റെ വർക്ക് കുറേയൊക്കെ കഴിഞ്ഞു. സർവീസ് റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇവിടെ കോൺക്രീറ്റ് വാൾ നേരത്തെ നിർമ്മിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ കോൺക്രീറ്റ് വാളും ഏതാണ്ടൊക്കെ നിർമ്മിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നല്ല രീതിയിലുള്ള മാറ്റമാണ് ഈ ഒരു പ്രദേശത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് കുന്നുകൂടി ഇടിച്ച ഒരു പ്രദേശമാണ്. ഇവിടെയും സോയിൽ നെയിലിംഗ് ചെയ്യാനുള്ള വർക്കുണ്ട്. ഇപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലൊക്കെ വീട് കണ്ടോ, ഈ വീടിലൊക്കെ നേരത്തെ ഈ സൈഡ് വാൾ സർവീസ് റോഡിനോട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ സൈഡ് വാൾ നിർമ്മിക്കാത്തതുകൊണ്ട് വീട്ടിലേക്കൊക്കെ വെള്ളമൊക്കെ ഇറങ്ങിക്കൊണ്ട് മഴക്കാലത്ത് വലിയ പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിരന്തരം ആളുകൾ പരാതിപ്പെട്ട ഒരു പ്രദേശമായിരുന്നു. അപ്പോൾ എന്തായാലും അവർക്കൊക്കെ വലിയൊരു ആശ്വാസമായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സത്യസായിബാബ കോളേജിൻ്റെ ഭാഗത്തുള്ള വലിയ കുന്നാണിത്. നന്ദി ഭാഗത്തുള്ള കുന്നൊക്കെ ഇടിച്ച് നിരത്തിയിട്ടാണ് റോഡ് ഈ പരുവത്തിലേക്ക് ആക്കിയിട്ടുള്ളത്. ഇതിലൊക്കെ ഇഷ്ടം പോലെ വാഹനങ്ങൾ പാസ് ചെയ്ത് പോകുന്നുണ്ട്. 3 വരിയുടെ ടാറിങ് കഴിഞ്ഞ് അടുത്ത 3 വരിയുടെ ടാറിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സർവീസ് റോഡിൻ്റെ ഭാഗത്ത് മണ്ണടിച്ച് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കോൺക്രീറ്റ് വാൾ നിർമ്മിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം തകൃതിയായിട്ട് ഈ ഒരു പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. രാവിലെ നമ്മളൊരു 10 മണി ആയ സമയത്തും നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മളെ ആ തണുപ്പിൻ്റെ ക്ലൗഡി ആയിട്ടുള്ള ആ ഒരു ആകാശ കാഴ്ചയിൽ നിന്ന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നില്ല. അപ്പം നമ്മൾ ഈ ഒരു ഭാഗത്താണ് നന്ദിയിലേക്കുള്ള വാഹനങ്ങൾ ഈ ഒരു പ്രദേശത്ത് കൂടിയാണ് കടന്നു വരുന്നത്. കാഴ്ച കാണിച്ചു തരാം. അതായത് നമ്മളെ നന്ദി ഭാഗത്തുള്ള റോഡ് ഇവിടെയാണ് വന്ന് അവസാനിക്കുന്നത്. ഇവിടെ വാഗാടിൻ്റെ ക്രഷറി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലോട്ട് പിടിച്ചാണ് കേട്ടോ. അതായത് ഫസ്റ്റ് അതിപ്പോൾ നമ്മൾ കൊയിലാണ്ടി ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ചെങ്ങോട്ടുകാവ് ഭാഗത്തേക്കാണ് നമ്മളിവിടെ ഡ്രോൺ ഷൂട്ടിൽ വീഡിയോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ കാണിച്ചുകൊണ്ടിരുന്നത് ചെങ്ങോട്ടുകാവ് നിന്ന് ഇങ്ങോട്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നമ്മൾ തിരിച്ചു പിടിച്ചതാണ്. നല്ല ഒരു മഞ്ഞ് ഫീൽ ചെയ്യുന്നുണ്ടോ? ആകാശമൊന്നും ക്ലിയർ അല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഇങ്ങോട്ടേക്ക് തിരിച്ച് നമ്മുടെ വീഡിയോനകത്ത് എത്രത്തോളം നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ടെന്നറിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ തിക്കോടി ഭാഗത്തേക്ക് നന്ദി ഭാഗത്തേക്ക് തിരിച്ച് ക്യാമറ പിടിച്ചു നോക്കാം എന്താണ് കാഴ്ച. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ വാഗാടിൻ്റെ ക്രഷറി, വാഗാടിൻ്റെ ലോകമാണത്. ഇങ്ങോട്ടേക്ക് ആക്സസ് ഇല്ല. ഡ്രോണിൽ നമ്മൾ അങ്ങോട്ടേക്ക് എത്തി നോക്കുകയാണ്. അപ്പോൾ ഇതിലെ വാഹനങ്ങളൊക്കെ പാസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇവിടെ കണ്ട വാഗാടിൻ്റെ ഒരുപാട് മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ വാഹനങ്ങൾ പാസ് ചെയ്യാൻ തുടങ്ങിയത് കൊണ്ടാണ് നമ്മൾ ഇതിൽ ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്തത്. സാധാരണ രീതിയിൽ ഇവന്മാർ ഇതിലെയൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ അല്ലാതെ പറയും. പ്രത്യേകിച്ച് എന്നെ ഇങ്ങോട്ടേക്ക് ഈ പരിസരത്തെ അടുപ്പിക്കാറില്ല. അപ്പോൾ നമ്മളെ നന്ദി ഭാഗത്ത് നിന്നുള്ള കാഴ്ചയാണ്. നന്ദിയിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മരങ്ങളൊക്കെ കാണുന്നില്ല, അത് കൊയിലാണ്ടി ഭാഗത്തേക്ക് പോകുന്ന ഭാഗമാണ്. ഇപ്പോൾ ഇവിടെയുള്ള അണ്ടർ പാസേജ് ഇതിലേ അങ്ങ് റോഡ് ഡൈവേർഡ്. ഇവിടെ ഫ്ലൈ ഓവർ കണ്ടില്ലേ, ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തു കൂടെ സർവീസ് റോഡ് ടാർ ചെയ്തിട്ടൊന്നുമില്ല. സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ ഇങ്ങനെ കയറി വരുന്നുണ്ട്. നിങ്ങൾ പിക്കപ്പ് വരുന്ന സ്ഥലമാണ് നമ്മുടെ കൊയിലാണ്ടി ബൈപ്പാസ്. ആ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ ഭാഗത്തൂടെ ഇവിടെയൊക്കെ കണ്ട ഈ നന്ദി ഭാഗത്തുള്ള ഫ്ലൈ ഓവറിൻ്റെ തൊട്ട് മുന്നിലുള്ള പ്രദേശം ഇവിടെയൊക്കെ ടാറിങ്ങും കൂടി ചെയ്യാതെ മണ്ണടിച്ച് അതിൻ്റെ മുകളിൽ പാവങ്ങളായ ആളുകളെ അതിൻ്റെ മുകളിലൂടെ വാഹനം ഡൈവേർട്ട് ചെയ്ത് വിട്ടിരിക്കുക. ടാറൊന്നും ചെയ്തിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് വാഗാടിൻ്റെ വാഹനങ്ങൾ നനക്കുന്നുണ്ട് എന്നതിനപ്പുറത്ത് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. എന്തൊരു കഷ്ടമാണ്, ബഹുത്ത് കഷ്ടേ. അപ്പോൾ നമ്മൾ നന്ദി എന്നുള്ള കാഴ്ചയാണ്. അപ്പോൾ ഇപ്പോൾ വാഹനങ്ങൾ ഇന്നാണ് ഈ ഭാഗത്തു കൂടെ വാഹനങ്ങളെ ഡൈവേർട്ട് ചെയ്ത് വിടാൻ എന്നാന്ന് തോന്നുന്നു. നമ്മൾ ഇന്നാണ് കണ്ടത്. ഇപ്പോൾ ഇന്നലെ വിട്ടിട്ടുണ്ടോ എന്നറിയില്ല. കഴിഞ്ഞ ആഴ്ച എന്തായാലും ഈ ഭാഗത്തൂടെ വാഹനങ്ങൾ വിട്ടിട്ടില്ല. അപ്പോൾ മണ്ണിലും ചെളിയിലൂടെയാണ് വാഹനങ്ങൾ ഇപ്പോൾ കൊയിലാണ്ടി ബൈപ്പാസിലേക്ക്, നമ്മുടെ പുതിയ ബൈപ്പാസിലേക്ക് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ദേശീയപാതയിലെ ഏറ്റവും പുതിയ കാഴ്ച. നന്ദിയിലുള്ള ഫ്ലൈ ഓവറിൻ്റെ ഭാഗം കണ്ടോ. ഇവിടെയൊക്കെ അപ്രോച്ച് റോഡ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് വാഹനങ്ങളെ ഡൈവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടാറിങ് ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് മണ്ണടിച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളവും വാഗാടിൻ്റെ വാഹനങ്ങളൊക്കെ നനച്ച് വിട്ടുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. വലിയ പ്രയാസകരമാണ്. ഇവിടെയുള്ള കടക്കാർക്കൊക്കെ അങ്ങേയറ്റം ബുദ്ധിമുട്ടാണ്. കാരണം ഓരോ മണിക്കൂർ കൂടുമ്പോഴത്തോളം വാഹനത്തിൽ വെള്ളം അടിച്ചില്ലെങ്കിൽ അവിടെ ആളുകൾക്ക് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. എന്തായാലും വാഗാട് പെട്ടെന്ന് ഈ പ്രദേശം അറ്റ്ലീസ്റ്റ് ഈ ഒരു വാഹനം ഡൈവേർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ടാർ ചെയ്ത് കൊടുക്കണ്ടേ താൽക്കാലികമായി. അത് ചെയ്യത്തില്ല. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.